പരസ്യമായി റീലുകൾ പുറത്തിറക്കി യുവാക്കളെയും ഉപഭോക്താക്കളെയും ആകർഷിക്കുന്ന രീതിയിലേക്ക് കൊച്ചിയിലെ അധോലോക സംഘങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എവിടെ പോയി നമ്മുടെ നിയമ സംവിധാനങ്ങൾ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അധോലോക ഇടപാടുകൾ അങ്ങേയറ്റം രഹസ്യമായി നടക്കുന്ന ഒരു നീക്കമെന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. മുൻകാലങ്ങളിൽ സംഭവിച്ചിരുന്നതും അതാണ്. പക്ഷേ അതിനപ്പുറം സമൂഹ മാധ്യമങ്ങളിലടക്കം ഇങ്ങനെ ടീസറുകൾ പുറത്തിറക്കി, അതല്ലെങ്കിൽ തങ്ങളുടെ സംഘത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ പുറത്തിറക്കി ഇത്തരം നീക്കം നടത്താൻ അധോലോക സംഘങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? എന്താണ് ഇവരുടെ ധൈര്യം? നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇത് കാണുന്നില്ല? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. സുപ്രധാനമായ ചില നീക്കങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ഗുണ്ടാ തലവന്റെ ഒപ്പം അനുയായിയായി വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്ന ഔറംഗസേബ് എന്ന ഒരു ഗുണ്ടാ തലവന്റെ വെളിപ്പെടുത്തലാണിന്ന് ന്യൂസ് 18 പുറത്തുവിടുന്നത്. സുപ്രധാനമായ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അതിനു മുമ്പായി എന്തുകൊണ്ടാണ് ഇത്തരമൊരു ടീസറുകൾ പുറത്തിറക്കുന്നതിൻ്റെ പുതിയ കാല നീക്കം? എന്താണ് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആ വാക്കുകൾ ഔറംഗസേബിൽ നിന്ന് കേൾക്കാം. റീൽസ് ആദ്യം ഇട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്റെ അറിവിലാണെങ്കിൽ അനസ് തന്നെയാണ്. അനസ് പെരുമ്പാവൂർ അങ്ങനെ റീൽസ് ഇട്ടിരുന്നത്. അത് പുള്ളിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എല്ലാവരിലേക്ക് ഷെയർ ചെയ്തും അങ്ങനെയൊക്കെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പെട്ടെന്ന് എത്തും. കുറെ ആൾക്കൂട്ടവും വണ്ടിയൊക്കെ കാണുമ്പോൾ ഓൾറെഡി എല്ലാവർക്കും അതിലൊക്കെ ജോയിൻ ചെയ്യണമെന്നൊക്കെ ഒരു ഉണ്ടാവും. അങ്ങനെ തോന്നും. ഓരോങ്ങനെ അതിലേക്ക് കയറി വരികയും ചെയ്യും. ആരാധന കാരണം നിരവധി ചെറുപ്പക്കാർ വന്നിട്ടുണ്ടോ? അങ്ങനെ അത് കണ്ടിട്ട് തന്നെ ഫാൻസ് ഗ്രൂപ്പും ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. ഇഷ്ടം ഒരു 4-5 ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈ അടുത്ത് വീഡിയോ കിട്ടി പിന്നെ ഒരെണ്ണുള്ളൂ. ഇപ്പൊ ബാക്കിയൊക്കെ പോയി. ഔറംഗസേബിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഔറംഗസേബ് പറയുന്നത് ഒരു അനസിനെ കുറിച്ചാണ്. ആരാണ് ഈ അനസ്? പെരുമ്പാവൂർ അനസ് എന്ന കുപ്രസിദ്ധ കുറ്റവാളിയാണ് ഈ പരാമർശിച്ച വ്യക്തി. ഇയാൾ മുമ്പും ഇത്തരത്തിലുള്ള പല ഇടപാടുകളും നടത്തിയിട്ടുണ്ട്. ഒപ്പം ഈ അധോലോക സംഘങ്ങളുടെ ഇടപാടുകൾ എന്ന് പറയുന്നത് തട്ടിക്കൊണ്ടുപോകലും കൊലപ്പെടുത്തലും മാത്രമല്ല, സ്വർണ്ണക്കടത്തിൽ ഇടനില നിൽക്കുക, സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ ആക്രമിക്കുക, സ്വർണം തട്ടിയെടുക്കുക. ഇതൊരു വലിയ പഴുതാണ് ഈ അക്രമി സംഘങ്ങൾ. നമ്മുടെ പല വിമാനത്താവളങ്ങളിലും ഇത്തരം സംഭവങ്ങൾ മുൻകാലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്? ഇതിന് പിന്നിൽ നടക്കുന്ന ഗൂഢാലോചന എന്താണ്? ഞെട്ടിക്കും ഔറംഗസേബ് പറയുന്ന ഈ കഥ കേൾക്കാം. ഇതിപ്പോ ലാസ്റ്റ് ഉണ്ടായ കേസ് എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് ഒരു ആളെ തട്ടിക്കൊണ്ടുപോയ കേസ് ഉണ്ടായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോയ കേസ് ഗോൾഡ് കേസാണല്ല. അതിലെല്ലാം മനസ്സുണ്ട്. സ്വർണം പൊട്ടിക്കുന്ന കേസ്. അതെ അതൊരു കൊട്ടേഷന്റെ ഭാഗമാണ് സ്വർണം പൊട്ടിക്കൽ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവരുമ്പോ അവരായിട്ട് നമ്മൾ ആ കുണ്ടന്ന ആളായിട്ട് നമ്മൾ കണക്ഷൻ അടിച്ചിട്ട് ഇവിടെ എയർപോർട്ടിൽ വരുമ്പോൾ അതിന്റെ ഓണറിന് കൊടുക്കാണ്ട് നമ്മൾക്ക് ആ സാധനം തരും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവര് അവിടെ നിന്ന് വരുമ്പോൾ ഒരു ഷർട്ടും പാന്റും കളറൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് വരുന്നത്. എയർപോർട്ടിന്റെ ഉള്ളിൽ കയറിയതിനു ശേഷം ബാത്റൂമിൽ കയറി നമ്മൾ പറയുന്ന ഡ്രസ്സ് അവര് വേറെ ഡ്രസ്സ് ഇട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തരും. അങ്ങനെ ഇവിടെ വരുമ്പോ മറ്റവരെ കാണൂല, നമ്മുടെ കൂട്ടത്തിൽ കയറി വരും. അവിടെ നമ്മൾ സാധനം കൊണ്ടുപോകും, ഗോൾഡ് കൊണ്ടുപോകും. അതെ അതെ കൊടുത്തുവിടുന്നവരെ ഒറ്റി തന്നെയാണ്. ഇപ്പൊ 2 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ഒരാൾ നമ്മൾ ഒറ്റിട്ടുണ്ടാവും, ഒറ്റി തന്നെ ഉണ്ടാവും. ഇല്ല, ഇപ്പൊ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 4 പേരിന് 4 ഷെയർ ആക്കി എടുക്കും. ഇപ്പൊ ഗ്യാങ് ആണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും അത് കിട്ടും. അതാണ് പ്രധാനമായിട്ട് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഒരു തവണ കാസർഗോഡ് ടീമിന്റെ സാധനം ആയതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കേണ്ട വന്നു. പിന്നെ ഇടയ്ക്ക് മണ്ണാർക്കാട് കേസ്, രാമനാട്ടിൽ ഒരു കേസ് വന്നായിരുന്നു. ഒരു 5 പേര് മരിച്ചു പോയായിരുന്നു അതില്. അതിന് അനസിന്റെ ഗ്യാങ് കൂടെ നടക്കുന്ന പിള്ളേര് തന്നെയായിരുന്നു അതിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. കൊടുവള്ളി സംഘം അവര് ഏൽപ്പിച്ച ആൾക്കാരല്ലേ. ബാക്കിയുള്ളത് ആൾക്കാരെല്ലാരും കൊട്ടേഷൻ സംഘമായിട്ട് പോയതല്ല. അത് അതിന് മറ്റേ ഗോൾഡ് കൊണ്ടുവന്നൊക്കെ എസ്കോർട്ട് പോലെ പോയിട്ടുള്ള സംഭവം ഉണ്ടായത്. പക്ഷേ വണ്ടി മറിഞ്ഞ് 5 പേര് മരിച്ചു വേണം ചെയ്തത്. അതിൽ ഔറംഗസേബ് വ്യക്തമാക്കുന്നത് എന്താണ് ഈ സ്വർണ്ണക്കടത്ത്, അതിന് പിന്നിൽ നടക്കുന്ന ആസൂത്രണം എന്താണ്, ആരൊക്കെയാണ് ഇതിൽ പങ്കാളികളാവുന്നത്, ഇതിന് പിന്നിലെ ചതി എന്ത്? ഇനിയും നമുക്ക് കേൾക്കാനുണ്ട് ഇതുപോലെ നിരവധി കഥകൾ. കൊച്ചിയിലെ പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ നേതാവിന്റെ കീഴിൽ
300-ലധികം പേരടങ്ങുന്ന ഒരു സംഘമാണ് പ്രവർത്തിക്കുന്നത്. നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇതിലേറെയും യുവതലമുറയിൽ ഉള്ളവരാണ് എന്നതാണ്.